സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന പാട്ടിനെതിരെയുള്ള കേസുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല എന്ന വിവരമാണല്ലോ ഇക്കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ട്, നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിന് ഇത്തരത്തിലൊരു പിന്നോട്ടടിക്കൽ, ഒരു യൂ ടേൺ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ മലപ്പുറത്തിന്റെ നയതന്ത്രജ്ഞൻ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാരണം തന്നെയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്ക് കൃത്യമായി അവരെ വിളിച്ചുകൊണ്ട് നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ്. എല്ലാ സംഗതിക്കും കൂടെയുണ്ട്. അതായത് വി ഡി സതീശനും KPCC അധ്യക്ഷനും ഇങ്ങനെ UDF ഒരു വലിയ സംഘം തന്നെ ഈ പാട്ടുകാരോടൊപ്പമാണെന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരെ നേരിട്ട് ബന്ധപ്പെടുകയും വക്കീലിനെ പോയി കാണാനുള്ള നിർദ്ദേശം വരെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോ ഈ പിണറായിക്ക് തോന്നി കേരളം ഒന്നാകെ UDF കൂടെ കുഞ്ഞാലിക്കുട്ടിയുടെയും VD സതീശിന്റെയും കൂടെ ഈ പാട്ടിനെതിരെ ഇങ്ങനെ ആഞ്ഞടിച്ച് പുഴ പോലെ വരികയും നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കള്ളക്കേസ് എടുത്താൽ ഇത് രാഹുൽ ഈശ്വറിന് എതിരെ എടുത്ത കള്ളക്കേസ് പോലെ ആവില്ല, സമൂഹം മൊത്തം നമുക്ക് എതിരെയായി നിൽക്കുകയാണ്, അതുകൊണ്ട് ഇതിന് ഏതെങ്കിലും വിധത്തിൽ ഇതിൽ നിന്ന് യൂ ടേൺ അടിക്കലല്ലാതെ നിവൃത്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ടടിച്ചത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. ഇത് ഞാൻ പറയണ്ട, ഇത് ഈ പാട്ടിന്റെ അണിയറ പ്രവർത്തകർ മൊത്തം ഈ സ്റ്റുഡിയോയുടെ പുറത്തു നിന്ന് പത്രമാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നത് ഈ പ്രൊഡ്യൂസർ സുബൈർ പന്തല്ലൂർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ആരൊക്കെ പിന്തുണ പിന്നെ പ്രത്യേകിച്ച് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറ്, ഒരുപാട് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകൾക്ക് എല്ലാവർക്കും പിന്തുണ നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പം ഇവർ ഈ സംഘമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച് ഇവർ സാധാരണഗതിയിൽ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഗാനങ്ങളൊക്കെ ചെയ്യുന്നതാണ്, അതിന്റെ കൂട്ടത്തിൽ വന്നു പോയതാണ്, അത് വൈറലാവുകയും ചെയ്തു. ഇപ്പൊ ഇവരെ ഡാനിഷിനെ പുറത്തെത്തിച്ച് കൂടി ചേരുന്നു. നിയമപരമായിട്ട് മുന്നോട്ട് പോയിരുന്നു, നമ്മൾ ആ പാട്ടൊക്കെ കുറെ പിൻവലിച്ചൊക്കെ ചെയ്തിരുന്നു. ഇന്നലെ ഞങ്ങൾ പിന്നെ നമ്മുടെ പ്രതിപക്ഷ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ തന്നെ മുഹമ്മദ് ഷാ വക്കീലിനെ പോയി കണ്ടു. കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന്റെ ഉള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. എന്തായാലും സർക്കാരിന് ഈ വിഷയത്തിൽ തിരിച്ചറിവുണ്ടായാൽ വലിയ സന്തോഷം. അപ്പൊ അതാണ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നിർദ്ദേശപ്രകാരം വക്കീലിനെ പോയി കണ്ടു എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ കേസ് വിവാദമായി, കേരള ജനത ഒന്നടങ്കം ഈ പാട്ടിന് അനുകൂലമാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാരടക്കം, എൻ്റെ കഴിഞ്ഞ വീഡിയോകൾക്ക് അടിയിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും അയ്യപ്പ ഭക്തരും ഒക്കെ ആയിട്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്നത് ഞങ്ങളെ ഒരു രീതിയിലും ഇത് ബാധിച്ചിട്ടില്ല, അയ്യപ്പന്റെ സ്വർണം കട്ടവർ അവർ പിടിക്കപ്പെടുക തന്നെ വേണം, അവർ അഴി എണ്ണണം, അവരാണ് എന്നുള്ള ഒരു കമന്റാണ് അവരൊക്കെയും വന്ന് വീഡിയോയ്ക്കടിയിൽ പറയുന്നത്. അപ്പോ ഈ ഒരു കുഞ്ഞാലിക്കുട്ടി സാഹിബും കേരള ജനതയും അതുപോലെ തന്നെ VD സതീശനും UDF ഒരു തരംഗം നമുക്കറിയാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു UDF തരംഗം ആഞ്ഞടിക്കുകയാണ്. ഇനിയിപ്പോ 2-3 മാസങ്ങൾക്ക് ശേഷം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഈ പാട്ടുകൂടി കേസിലാക്കി വിവാദമാക്കി കൊളമാക്കി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന തിരിച്ചറിവ് നിന്നുകൊണ്ടാണ് ഈ കള്ളക്കേസിൽ നിന്ന് പിണറായി സർക്കാരും പിൻവലിഞ്ഞത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ നിയമവിദഗ്ധരും പറയുന്നു ഇത് നിലനിൽക്കില്ല എന്ന്. അപ്പോ ഇത്ര വലിയ വിവാദത്തോടു കൂടി ഒരു പുഴ പോലെ വരുന്ന ഒരു കേരളത്തിലെ UDF എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം, ഇപ്പോ നമുക്കറിയാം പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹം, ഈ UDF കൂടെ VD സതീശന്റെ കൂടെ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ കേരളത്തിലെ സാംസ്കാരിക മാധ്യമ രംഗത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ച് ഈ പാട്ടിന് അനുകൂലമായി നിൽക്കുമ്പോൾ ഈ പാട്ടിനെതിരെ കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രോസിക്യൂട്ടർ എത്ര തന്നെ കള്ളം പറഞ്ഞു കഴിഞ്ഞാലും ഈ BNS ഈ ചേർത്തിരിക്കുന്ന വകുപ്പുകളൊന്നും നിലനിൽക്കില്ല എന്നാണ് എല്ലാ നിയമവിദഗ്ധരും പറയുന്നത്. അത്തരത്തിലൊരു പരാജയം സർക്കാരിന് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിയമസഭ നോക്കണമെന്നില്ല CPM എന്നുള്ള തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ നിന്ന് പിന്നോട്ടടിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഈ ചെറുപ്പക്കാർ, നമ്മൾക്കറിയാം GP കുഞ്ഞബ്ദുള്ള സാഹിബ് എഴുതി, ഈ ഡാനിഷ് പാടി, ഈ മലപ്പുറത്തെ നമ്മൾ ഈ കണ്ട ഈ സ്റ്റുഡിയോയിലെ അംഗങ്ങളുടെ ഒക്കെ സഹപ്രവർത്തകരാണ് ഇവർ.
ഇവരൊക്കെ ചേർന്ന് പാടി ഇറക്കിയ ഈ സോങ് ഇനിയും വിവാദമാവുകയും ഈ CPM-ന് നിക്കക്കള്ളിയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യുകയല്ലാതെ ഈ കേസ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അത് മാത്രമല്ല, പോലീസ് ഈ കേസ് എടുക്കണമെന്നുള്ള പ്രാഥമികമായി ഈ ഒരു കംപ്ലൈന്റ് വന്നത് മുതൽ തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിൽ ഒരു വിഭാഗം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. എന്നാൽ മുകളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദം കൊണ്ടാണ് ഈ കേസ് എടുക്കാൻ തന്നെ കാരണമായത്. അപ്പോൾ അത്തരത്തിൽ CPM-നുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു. കാരണം അല്പം നിയമത്തിന്റെ ബേസ് അറിയാവുന്ന ആളുകൾക്കറിയാം ഇത് കോടതിയിൽ നിലനിൽക്കില്ല. കാരണം അയ്യപ്പനോട് പരാതി പറയുകയാണ്. അയ്യപ്പനെ വിളിച്ച് കളിയാക്കുകയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, അയ്യപ്പനെയോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിലെയോ ആരെങ്കിലും കളിയാക്കുന്ന ഒരു വരിയും ഇതിലില്ല എന്നുള്ളത് കൊണ്ട് ഇത് നിലനിൽക്കില്ല എന്നറിയാം. അത്തരത്തിൽ ഈ രാഹുൽ ഈശ്വറിനെതിരെ എടുത്തതുപോലെ ഒരു കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ഇത് കൂടുതൽ പരിക്കേൽപ്പിക്കുമെന്ന് തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കേസിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയത്. അല്ലാതെ CPIM-ന്റെ നന്മ കൊണ്ടോ സഖാക്കൾ ഇതിൽ നിന്ന് ഒരു നല്ല മനസ്സവർക്ക് വന്നതാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഇത്തരത്തിലാണ് സംഭവം. കേസിൽ നിന്ന് പിന്നോട്ട് പോയത് കൊണ്ട് അവർക്ക് നന്നായി എന്നല്ലാതെ ഒരു പാട്ട് പാടാൻ പോലും പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അപകടാവസ്ഥ എത്ര വലുതാണ്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം വരെ ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം രാഹുൽ ഈശ്വർ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ്, അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ്, അദ്ദേഹം ഒരു അതിജീവിതയുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കോടതി ജാമ്യം കൊടുത്തു. ഇത്തരത്തിലുള്ള എല്ലാ കള്ളക്കേസുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ വന്ന് കള്ളങ്ങൾ സ്ഥാപിച്ച് ജാമ്യം നിഷേധിക്കുന്ന രീതിയിലേക്ക് പിണറായി സർക്കാർ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് കൃത്യമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതുകൊണ്ട് ഇനി ധൈര്യത്തോടെ പാടാമെന്നാണ് ഈ സ്റ്റുഡിയോയിലെ ഈ സംഘം, ഈ പോറ്റിയെ കേറ്റിയെ എന്ന ഈ സോങ്ങിന്റെ പിന്നണി പ്രവർത്തകർ പറയുന്നത്. അവർ ഒന്നായൊന്ന് ധൈര്യത്തോടെ റോഡിലിറങ്ങി പാടുന്നത് നമുക്കൊന്ന് കാണാം. നമുക്ക് ആ പാട്ടൊന്നും കൂടി പാടല്ലേ? കേസൊക്കെ പിൻവലിച്ചല്ലോ അല്ലേ? റെഡി. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂറ്റിയേ, സ്വർണം കട്ടവർ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോണം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂറ്റിയേ. അപ്പൊ അതാണ് ധൈര്യത്തോടെ ഇനി അങ്ങോട്ട് പാടിക്കോ. മെറ്റക്ക് കത്തെഴുതാനോ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കോടതി ഇടപെടലോ ഒന്നും ഇനി ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് ധൈര്യത്തോടെ ഏവർക്കും പാടാവുന്നതാണ്. അത് മാത്രമല്ല, ഈ പാട്ടിന്റെ വിഷയത്തിൽ കമ്മ്യൂണൽ സ്പർദ്ധയുണ്ടാക്കുവാൻ ഇവിടുത്തെ സർക്കാർ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. കാരണം അയ്യപ്പന്റെ പാട്ടെഴുതിക്കൊണ്ട് ഒരു വിഭാഗം മുസ്ലിം ചെറുപ്പക്കാർ രംഗത്ത് വരികയും അയ്യപ്പനെ കളിയാക്കുകയും ചെയ്തു എന്ന കള്ളത്രം ഈ സമൂഹത്തിൽ പടർത്തുവാൻ സർക്കാരിൻ്റെ 2-3 ദിവസത്തെ ശ്രമമുണ്ടായി എന്നുള്ളതാണ്. ഇവിടുത്തെ പോലീസുകാർ അതിന്, പോലീസ് മേധാവി അടക്കം അതിന് കൂട്ടുനിന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഈ വിഷയത്തിൽ കേസെടുത്തത് കൊണ്ട് ഇത് കമ്മ്യൂണൽ സ്പർദ്ധയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് FIR രജിസ്റ്റർ ചെയ്ത പോലീസാണ്, ഈ പിണറായി സർക്കാരും പോലീസുമാണ് കുറ്റക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ വേദനയുണ്ടായവർ വെറും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇവർ ധരിച്ചതുപോലെ ഇത്തരത്തിൽ കമ്മ്യൂണൽ സ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഒരുപറ്റം മുസ്ലിം ചെറുപ്പക്കാർ അയ്യപ്പന്റെ പാട്ട് എഴുതി ഇവിടെ കമ്മ്യൂണൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്കിന് മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞിട്ട് പോലും BJPക്കാർക്ക് പോലും ഏശിയില്ല എന്നുള്ളതാണ്. RSS കാണാത്ത ഒരു കമ്മ്യൂണൽ സ്പർദ്ധ, RSSനില്ലാത്ത ഒരു വേദന കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ഇത്തരം കള്ളക്കേസിൽ നിന്ന് സർക്കാർ ഈ കേസിൽ നിന്ന് പിന്നോട്ടടിച്ചതോടുകൂടി ഇവിടെ കള്ളക്കേസ് കൊടുത്ത് ആളുകളെ ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നമ്മുടെ ഈ പിണറായി സർക്കാരിൻ്റെ മനോഭാവത്തിൽ അല്പം
പിന്നോട്ടടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ പാടുവാനും പറയുവാനുമുള്ള സാഹചര്യം നമുക്ക് ഭരണഘടന തന്നതാണ്. അതൊരു പിണറായി സർക്കാരിനും വകവെച്ചു കൊടുക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം. നമുക്ക് വീണ്ടും കാണാം.